അഡ്വക്കേറ്റ് വി രാജേഷ്, രാജീവ് ചന്ദ്രശേഖർ ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ അല്ല, പൂർണ്ണമായും ഒരു രാഷ്ട്രീയ നേതാവല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കേണ്ട. അത് ഏതൊരു നേതാവും ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തുമ്പോൾ, അധികാര കേന്ദ്രത്തിൽ എത്തുമ്പോൾ പറയുന്നതിനപ്പുറത്തേക്ക് അതിന് പ്രസക്തി ഇല്ല എന്നാണ് ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. പക്ഷേ പ്രൊഫസർ അനിൽകുമാറിന് മറ്റൊരു അഭിപ്രായം ആണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചില പരാമർശങ്ങൾ അത് വലിയ പോസിറ്റീവ് ഘടകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് വി രാജേഷ്, എങ്ങനെ കാണുന്നു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ? കേരളത്തിലെ BJP ഒറ്റക്കെട്ടായി നയിക്കാനുള്ള പ്രാപ്തി രാജീവ് ചന്ദ്രശേഖറിനില്ലേ? അതായത് എന്ത് ക്രൈറ്റീരിയ വെച്ചാണ് രാഷ്ട്രീയക്കാരെ അളക്കുന്നത്, രാഷ്ട്രീയ പ്രവർത്തകരെ അളക്കുന്നത് എന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം, തിരുവനന്തപുരത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അന്നത്തെ MP, ഇപ്പോഴത്തെ സിറ്റിംഗ് MP ശ്രീ ശശി തരൂർ എന്താണ് പറഞ്ഞത്? നരേന്ദ്രമോദി വന്നാൽ പോലും ഞാൻ ഇവിടെ നിഷ്പ്രയാസം ജയിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആരും ചോദിക്കാതെ, നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല, മോഡി വന്നാൽ പോലും ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാർ, ഞാൻ 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ശശി തരൂർ പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു 35 ദിവസം മുമ്പാണ് തെരഞ്ഞെടുപ്പിന്, പോളിംഗ് ഡേറ്റിന് 35 ദിവസം മുമ്പാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തി 35 ദിവസം അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയപ്പോഴേക്കും ശശി തരൂർ വിയർത്ത് കുളിച്ചു എന്ന് മാത്രമല്ല 22,500 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ മണിക്കൂറോളം ലീഡ് ചെയ്തു നിന്നു. ഒടുവിൽ ഒരു മുക്കുമൂളി 16,000 വോട്ടിന് ശശി തരൂർ ജയിച്ചു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? 35 ദിവസം കൊണ്ട് 1 ലക്ഷം വോട്ടിൻ്റെ മാർജിൻ ഉണ്ടായിരുന്ന ഒരു ക്യാൻഡിഡേറ്റിനെ വിറപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചത് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ചർച്ച നടത്താൻ വേണ്ടി. ഇനി ഞാൻ ഒരു കാര്യം പറയാം അനിൽ നമ്പ്യാർ, നമ്മളിപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന 100 കണക്കിന് 1000 നേതാക്കന്മാരുണ്ട്, ചെറുതും വലുതുമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന നേതാക്കന്മാരുണ്ട്, മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, MLA മാർ ഒക്കെ ഉണ്ട്. നമുക്കൊക്കെ തന്നെ അവരുടേതായ ജീവിത സാഹചര്യങ്ങൾ വെച്ച് ഒരു തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ പ്രൊഫഷൻ ഉള്ളവരുണ്ട്, അഭിഭാഷകരുണ്ട്, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എന്നാൽ ഇത്തരത്തിൽ നിൽക്കുന്നവരിൽ നിന്നും വിഭിന്നനാണ് ശശി തരൂർ. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിന്നും നിൽക്കുന്നവരിൽ നിന്നും തികച്ചും വിഭിന്നനാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ഒരു 30 വർഷത്തെ പരിചയമുണ്ട് കർണാടക രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഉള്ളതോടൊപ്പം തന്നെ അതിലപ്പുറം മറ്റു ചില കഴിവുകളുണ്ട്. എന്താണ് കഴിവ്? അദ്ദേഹം ഒരു ടെക്നോളജിസ്റ്റാണ്, ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. പല പല കാര്യങ്ങളും ആധുനിക യുഗത്തിൽ ലോകത്തിൽ തന്നെ അവതരിപ്പിച്ചതിൽ ആദ്യം രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, അവതരിപ്പിച്ച് വിജയിച്ചതിൽ. അത് കണ്ണാടിക്കൂട്ടിൽ AC റൂമിൽ ഇരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ടെക്നോളജി എങ്ങനെ പ്രയോജനപ്പെടാം. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോഴേക്കും P. ചിദംബരം എന്താ പറഞ്ഞത്? ഇവിടെ വൈഫൈ ഉണ്ടോ? പച്ചക്കറി വിൽക്കുന്ന ആളിന് മെഷീനുണ്ടോ? ATM കാർഡ് മെഷീനുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യം. എങ്ങനെ മാങ്ങ വിൽക്കുന്നവൻ എങ്ങനെ വിൽക്കുമെന്ന് പറഞ്ഞ് പരിഹസിക്കുകയല്ലേ ചെയ്തത്. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെൻറ് നല്ല വിൽപ്പവറോടുകൂടി ആ പ്രക്രിയ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മുന്നണിയിലും പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖരായിരുന്നു. അതായത് ടെക്നോളജി, താൻ സ്വായത്തമാക്കിയ ടെക്നോളജി തൻ്റെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ മനോഹരമായി അവരുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് വരച്ചു കാട്ടുകയല്ല, അത് നടത്തി കാണിച്ചു കൊടുത്ത് വിജയിച്ച രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ അറിവും അദ്ദേഹത്തിൻ്റെ ദൈനംദിന രാഷ്ട്രീയ 18 വർഷം MP ആയിരുന്നു, രാജ്യസഭയിൽ മികച്ച MP ആയിരുന്നു അദ്ദേഹം. ആ പ്രവർത്തന പരിചയവും 50-60 കൊല്ലം കൊണ്ട് ഞങ്ങളുടെ സംഘടന ഇവിടെ ഉണ്ടല്ലോ, ആ സംഘടന ജീവൻ ബലിയർപ്പിച്ച് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉള്ളവർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സംഘടന, ആ സംഘടനയുടെ ബാക്കപ്പ് കൂടി ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല കേരളത്തിൽ ഇന്നൊരു വലിയൊരു സ്പേസ് ഉണ്ട്. ഇടതിനെയും വലതിനെയും നോടും വിയോജിക്കുന്ന ജനതയുടെ സ്പേസ്. ആ സ്പേസിലേക്ക് ഞങ്ങൾക്ക് കടന്നു കയറാൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്.